നോക്കാം. 534 ഹരിക്കണം 28 എന്നുണ്ട് വിചാരിക്കുക. അപ്പോൾ 534 ഹരിക്കണം 28, 534 ഉള്ളിലും 28 പുറത്തും. നമുക്ക് എളുപ്പത്തിന് എന്ത് ചെയ്യാൻ അറിയോ? ഏറ്റവും ഇടതുവശത്തുള്ള സംഖ്യ 5ആണ്, ഇവിടെ ഏറ്റവും ഇടതുവശത്തുള്ള സംഖ്യ 2ആണ്. പക്ഷേ ഇത് 28 എന്നുള്ളത് 30നോടടുത്തൊരു സംഖ്യയാണ് എന്ന് നമ്മൾ സങ്കല്പിക്കുക. അതുപോലെ 53 50നോടടുത്ത ഒരു സംഖ്യയാണെന്ന് വിചാരിക്കുക. അപ്പോൾ 53-ൽ എത്ര 30 ഉണ്ട് നോക്കിയാൽ മതി. അതായത് 50-ൽ എത്ര 30 ഉണ്ട് നോക്കുക. അപ്പോഴോ 5-ൽ എത്ര 2 ഉണ്ട് നോക്കിയാൽ മതി. 1 2 2 2 2 4 3 2 6 ആണ്. അപ്പോൾ 3 2 ഇല്ല, എത്ര 2 2 2 ഇട്ട് നോക്കാം 2. അപ്പോൾ 53-ലാണ് നിൽക്കുന്നതെന്നുള്ളതുകൊണ്ട് ഈ 3-ൻ്റെ ചോടയാണ് ഈ 2 ഇടേണ്ടത്. 2 ഇട്ട് നോക്കാം ശരിയാവുമോ എന്നുള്ളത്. 2 8 16-ന് 6, ബാക്കി 1, 2 2 4 3 5. ഇത് ശരിയല്ല, കാരണം ഇതിനേക്കാൾ വലിയ സംഖ്യ ഇവിടെ വരാൻ പാടില്ല. 53-ലും വലുതാണ് 56 എന്നുള്ളതുകൊണ്ട് ഇത് ശരിയല്ല. അപ്പോൾ 2 തവണ ഇല്ല. അപ്പോൾ എത്ര തവണ ഉണ്ടാവും? 1 തവണ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതും മാറ്റണം. അപ്പോഴോ 1 8 8 1 2 2. ഇനി 53-ന്ന് 28 കുറയ്ക്കുക. 53-ന്ന് 28 കുറയ്ക്കുക. 3-ന്ന് 8 പോവില്ല. അപ്പോൾ ഇവിടുന്ന് 1 കടെടുത്തു 13. 13-ന്ന് 8 പോയി എത്ര 5ആണ്. ഇനി ഇവിടെ 5 ഇല്ല, 4 ഉള്ളൂ, കാരണം 1 ഇങ്ങോട്ട് കടെടുത്തിട്ടുണ്ട്. അപ്പോൾ 4-ൽ-ന്ന് 2 കുറയ്ക്കണം. 4-ന്ന് 2 കുറച്ചാൽ എത്ര 2. അപ്പോൾ ഇവിടെ ശിഷ്ട 25 വന്നു. ഇവിടെ പക്ഷെ ഈ ശിഷ്ടം വരുന്ന സംഖ്യ ഒരിക്കലും ഈ സംഖ്യയോ അതിലും വലുതോ ആവാൻ പാടില്ല. ഇവിടെ 25 ആയതുകൊണ്ട് ശരിയാണ്. ഇനി അടുത്ത അക്ക ഇറക്കിയിടുക. എത്രയാണ് 4. അപ്പോൾ അത് എത്രയായി 254ആയി. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട് 28-ൽ 1 തവണയേ ഉള്ളൂ എന്നുള്ളത് അല്ലേ. ഒരു 28 28ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 254 എന്നുള്ളത് 260-നോടടുത്തൊരു സംഖ്യയാണെന്നും ഇത് 30-നോടടുത്തൊരു സംഖ്യയാണെന്നും നമ്മൾ കണ്ടാൽ 26-ൽ എത്ര 3 ഉണ്ട് നോക്കിയാൽ മതി. 26-ൽ എത്ര 3 ഉണ്ട് നോക്കുക. 8 3 24, 9 3 27ആണ്. അപ്പോൾ നമുക്കൊരു 8 3 എന്നുള്ളതിന് 8 ഇട്ട് നോക്കാം. 8 എന്നിട്ടോ 8 8 64-ന് 4, ബാക്കി 6. ബാക്കി 6. 2 16-ഉം 6-ഉം 22. അപ്പോൾ ശരിയാണ്, കാരണം 254-ൻ്റെ ചോടെ 224ആണ് വന്നിട്ടുള്ളൂ. പക്ഷേ ഇനി മൈനസ് ചെയ്യുമ്പോൾ ഈ 28-ലും വലിയ സംഖ്യ ഇവിടെ വരികയാണെങ്കിൽ അത് ശരിയായിരിക്കില്ല. അത് നോക്കാം. 4-ന്ന് 4 കുറച്ചാൽ 0, 5-ന്ന് 2 കുറച്ചാൽ എത്രയാണ് 3ആണ്. അപ്പോൾ 30 എന്ന് വന്നതുകൊണ്ട് 8 അല്ല ആൻസർ വരിക. അപ്പോൾ 8-ലും വലിയ സംഖ്യ വരും. 9 ഇട്ട് നോക്കാം. 9. അപ്പോൾ ഏതൊക്കെ ഒഴിവാക്കണം? ഇതൊക്കെ ഒഴിവാക്കണം. ഇനി 9 8 എത്ര 72ആണ്. 9 8 72-ന് 2, ബാക്കി 7. 9 2 ബാക്കി 7. 9 2 18-ഉം 7-ഉം 25. അപ്പോൾ ശരിയാണ്, കാരണം 254-ൻ്റെ ചോട വന്നത് 252 ആയതുകൊണ്ട് അത് ശരിയാണ്. ഇനി കുറയ്ക്കുക. 4-ന്ന് 2 പോയാൽ 2, 5-ന്ന് 5 പോയാൽ 0, 2-ന്ന് 2 പോയാൽ 0. അപ്പോൾ ഇനി സംഖ്യകളൊന്നും ഇറക്കിയിടാനില്ലാത്തതുകൊണ്ട് ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ എത്ര കിട്ടി? 534 ഹരിക്കണം 28 സമം 19 എന്ന് കിട്ടി. ശിഷ്ടം 2 എന്നും കിട്ടി നമുക്ക്.